ഇതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റും. ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഒന്നങ്ങ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള മുട്ടയുടെ ബാറ്റർ ഇനി റെഡിയാക്കാം. ഒരു മീഡിയം സൈസുള്ള പഴമല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ 2 മുട്ട വെച്ചിട്ടാണ് ഞാനിപ്പോൾ ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് 2 മുട്ട ആഡ് ചെയ്യാം. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നല്ല പഴുത്ത പഴമാണ്, അപ്പം മധുരം ഉണ്ടാവും. 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഏലക്കായുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അധികം ബീറ്റ് ചെയ്ത് ഫ്ലഫിയൊക്കെ ഇടിക്കൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഇതുപോലെ ഞാൻ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ച പഴം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ മൈദയൊന്നും ചേർക്കുന്നില്ല, നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പനിയാരം എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് 1-2 ടീസ്പൂൺ മൈദയും കൂടി ചേർക്കാം. മൈദ ചേർക്കുമ്പോൾ നമ്മൾ പനിയാരം ഉണ്ടാക്കുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് അതേ ഷേപ്പിൽ, നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അതേ ഷേപ്പിൽ കിട്ടും. മാക്സിമം ഞാൻ മൈദ ഒഴിവാക്കാൻ നോക്കുകയാണ്. മൈദ ചേർക്കുമ്പോൾ എപ്പോഴും നല്ല കമൻസ് ഒന്നും എനിക്ക് കിട്ടാറില്ല. ഇനി നമുക്ക് ഈ പനിയാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമുക്കിനി ഇതൊരു 1 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നമ്മളിതിൽ മൈദയോ ഒന്നും ചേർത്തിട്ടില്ല. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ഷേപ്പിലൊന്നും നമുക്ക് എന്തായാലും കിട്ടൂല. മുട്ട ആണ്ടൊന്ന് ചുരുണ്ടൊക്കെ പോകും. അത് കുഴപ്പമൊന്നുമില്ല, കാണാനൊരു ചെറിയൊരു ഇതുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും ഫ്രൈ ആയി കഴിഞ്ഞാൽ മോശമില്ലാത്തൊരു ഷേപ്പിൽ തന്നെ കിട്ടും. പക്ഷെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. മറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ മറ്റേ ഭാഗം റെഡി ആയിക്കോളും. അപ്പോൾ തന്നെ നമുക്കിത് ഈ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. ഹെൽത്തിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദ ആഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്